നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ.പി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫും ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തുകയാണ്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വേഗത്തിൽ രൂപം നൽകാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. എം.പിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലും ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും. 50 പേരെയെങ്കിലും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാൻ സജ്ജമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഇലക്ഷൻ പ്രഖ്യാപനം വരുമ്പോഴേക്കും നമ്മുടെ പട്ടികയെല്ലാം റെഡി ആയിരിക്കും. നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ തന്നെ ആദ്യഘട്ടത്തിൽ ഒരു 50ഓളം സ്ഥാനാർത്ഥികളെ നമുക്ക് പ്രഖ്യാപിക്കാവുന്ന ഒരു അന്തരീക്ഷം ഞങ്ങൾ തന്നെ സംസാരിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിലാവുമ്പോഴേക്കും പിന്നെയുള്ള ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് തീരുമാനിക്കാൻ പറ്റും. അതൊന്നും ഒരു പ്രയാസമില്ലാതെ പഴയ കാലത്ത് ഇവിടെ എല്ലാവരും കൂടി വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്ത് 1-2 ആഴ്ച കിടന്ന് തീരുമാനമെടുക്കുന്ന സ്ഥിതിയൊന്നും ഇപ്രാവശ്യം ഉണ്ടാവില്ല. വിവരങ്ങളുമായി ശരത് ലാൽ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ശരത്ത്, വിശദാംശങ്ങൾ എന്താണ്? സനീഷ, ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം നടക്കുകയാണ്. കാരണം 11 മണിക്ക് തുടങ്ങിയ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ്. രാവിലെ ഉള്ള 33 നിലവിലുള്ള MLA-മാരടക്കമുള്ള പേരുകളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ, അതുപോലെ തന്നെ ഒറ്റപ്പേരിലുള്ള 6 ഒറ്റപ്പേരുകാരുടെ കാര്യവും ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ കേരളത്തിലെ നേതാക്കൾ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട് എന്നാണ്. മധുസൂദൻ മിസ്രിയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ. AICC ആസ്ഥാനത്ത് 24 അക്ബർ റോഡിലാണ് ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം നടക്കുന്നത്. ഇന്ദിരാഭവനിലല്ല, AICC ആസ്ഥാനത്തല്ല, പഴയ AICC ആസ്ഥാനത്തുള്ള മിസ്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് യോഗം നടക്കുന്നത്. ഏതായാലും 11 മണിക്ക് തുടങ്ങിയ യോഗം ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ്. ഒറ്റപ്പേരാണ് എന്ന് വ്യക്തമാക്കിയാൽ പോലും ഇത്ര സമയം ഈ ചർച്ചകൾ നീണ്ടുപോകുന്നത് കൂടുതൽ കാര്യക്ഷമമായി തന്നെ ഈ ചർച്ചകൾ നടക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അതേപോലെ തന്നെ ഈ ചർച്ചയിൽ KC വേണുഗോപാൽ ഇല്ല എന്ന് പ്രത്യേകം പറയണം. രമേശ് ചെന്നിത്തലയും ഇല്ല. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളോടൊപ്പം ചെയർമാനോടൊപ്പം കേരളത്തിലുള്ള പ്രതിപക്ഷ നേതാവും PCC പ്രസിഡന്റും മാത്രമേ ഉള്ളൂ. ഏതായാലും അടുത്ത തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലായിരിക്കും രമേശ് ചെന്നിത്തലയും അതേപോലെ തന്നെ KC വേണുഗോപാലും പങ്കെടുക്കുക. ഇത് നിലവിൽ ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകുകയാണെങ്കിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇലക്ഷൻ കമ്മിറ്റി കൂടുമെന്നാണ് ഒരു സൂചനയാണ് AICC വൃത്തങ്ങൾ നൽകുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ 33 പേരുകളെ സംബന്ധിച്ച തീരുമാനമായും എന്നുള്ള രീതിയിൽ തന്നെയാണ് നേരത്തെ തന്നെ കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതികരിച്ചത്. നമുക്കിനി അറിയാൻ വേണ്ടത് വട്ടിയൂർക്കാവ്, അതേപോലെ തന്നെ കൊല്ലത്ത് ബിന്ദു കൃഷ്ണ, വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ, അതേപോലെ തന്നെ ഇത്തരം ഒറ്റപ്പേരുകളിലേക്ക് കൂടി ഈ ചർച്ച നീളുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇതിലൊരു തീരുമാനമാകും. KPCC അധ്യക്ഷൻ തിരിച്ചു പോകുന്നത് വൈകിട്ട് 9:30 മണിക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ചർച്ച ഇനിയും വേണമെങ്കിൽ